ഹലോ മക്കളെ, അപ്പം നമ്മുടെ ന്യൂമറിക്കൽസിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കുക. ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. ഒത്തിരി ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. മിസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഒന്നും മടിക്കണ്ട, ഡൗട്ട്സ് ചോദിച്ചോളുക കേട്ടോ. അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പം നമ്മൾ 16 ചോദ്യങ്ങൾ വരെയാണ് ചെയ്തത്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വരെ എത്തി നിൽക്കുകയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻസും കൂടെ ഇനി ബാക്കിയുണ്ട്. എന്നിട്ട് നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, 17ാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ ഈ ഇക്വേഷൻ നിങ്ങൾ അത്ര അങ്ങോട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം ചില സ്കൂൾസിൽ ഇത് ഡിലീറ്റഡ് ടോപ്പിക്കായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ചില സ്കൂൾസിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആയതുകൊണ്ട് ഞാനത് പഠിപ്പിക്കുകയാണ്. മോഷണൽ EMF എന്ന് പറയും. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് നീക്കുവാണെങ്കിൽ അത് നമുക്കറിയാമല്ലോ, അതിനകത്ത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. അപ്പോൾ അതായത് അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നത് കാരണം അവിടെ EMF ഇൻഡ്യൂസ്ഡ് ആകും. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ മോഷൻ കാരണം ഇൻഡ്യൂസ്ഡ് ആകുന്ന EMFനെ പറയുന്ന പേരാണ് മോഷണൽ EMF. എന്താണ് മോഷണൽ EMF? ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന EMF, ഇൻഡ്യൂസ്ഡ് ആവുന്ന EMFനെയാണ് മോഷണൽ EMF എന്ന് പറയുന്നത്. മോഷണൽ EMFൻ്റെ ഇക്വേഷൻ ഇതാണ്, BLV. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. L is the length of the conductor and V is the velocity with which the conductor is moved. കേട്ടോ, അതാണ് മോഷണൽ EMF. ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. A jet plane is traveling towards west at a speed of 1800 km/h. What is the voltage difference developed between the ends of the wings having a span of 25 meters if the vertical component of Earth's magnetic field at the location is 2.9 × 10⁻⁴ Tesla? ഇത് ഒരു 2022 മോഡലിൽ എങ്ങാനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്നത് നോക്കിക്കേ. സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നിരിക്കുന്ന എഴുതുക 1800 km/h. അപ്പോൾ മിസ് നേരത്തെ കൺവേർഷനിൽ ഫസ്റ്റ് വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. അതിനകത്ത് കുറച്ച് കൺവേർഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ km/h എങ്ങനെയാണ് മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക? × 5/18 ആണ്. അപ്പോൾ 1800 × 5/18 ചെയ്ത് കഴിഞ്ഞാൽ അത് മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ ഇതിവിടെ കട്ടായി 100. അപ്പോൾ 500 മീറ്റർ/സെക്കൻഡ് ആണ് നമ്മുടെ വെലോസിറ്റി, സ്പീഡ് അല്ലേ. ഓക്കെ, what is the voltage difference developed between the ends of the wings having a span of 25 meter? ഒരു ജെറ്റ് എയർപ്ലെയിനിന്റെ വിങ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ലെങ്ത് ആണ് തന്നിരിക്കുന്നത് 25 meters എന്ന്. If the vertical component of Earth's magnetic field at the location is 2.9 × 10⁻⁴ Tesla, B യുടെ വാല്യൂ തന്നിട്ടുണ്ട് 2.9 × 10⁻⁴ Tesla. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ എങ്ങാനും നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അത് കണ്ടില്ല, നമ്മൾ മോഡൽ എക്സാമിനൊക്കെ ഡിലീറ്റഡ് ടോപ്പിക്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നല്ലേ. പക്ഷേ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, മാർക്സ് തരും. അല്ലെങ്കിൽ അതിൻ്റെ മാർക്സ് വേറെ ക്വസ്റ്റ്യനിലേക്കൊക്കെ മാറ്റി കൊടുത്തിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതുന്നത് നല്ലതല്ലേ. അപ്പോൾ E = BLV. കണ്ടോ, ബിയും എല്ലും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടിയ എത്രയാണ്? 3.625 വോൾട്ട് എന്നാണ് കിട്ടുക, BLV. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് SI സിസ്റ്റത്തിലേക്കാണോ കൺവേർട്ട് ചെയ്തിട്ടുള്ളത് നോക്കണം കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ അല്ലേ. അടുത്തത് ട്രാൻസ്ഫോമറിൻ്റെ ക്വസ്റ്റ്യൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് ട്രാൻസ്ഫോമർ ഇക്വേഷൻ അറിയാമല്ലോ. അതാദ്യം പറഞ്ഞേ. ട്രാൻസ്ഫോമർ ഇക്വേഷൻ അറിയാമെങ്കിൽ ട്രാൻസ്ഫോമറിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ES/EP അല്ലെങ്കിൽ നമുക്ക് VS/VP എന്ന് കൊടുക്കാം. ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ബൈ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. That is equal to current in the primary by current in the secondary. ഇതാണ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ES/EP = NS/NP = IP/IS. കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിച്ചോണം. അപ്പോൾ ഇക്കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്കിനി ചോദ്യങ്ങൾ എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ഇൻപുട്ട് പവർ അറ്റ് 2300 വോൾട്ട്. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ഇൻപുട്ടാണ്. അപ്പോൾ EP തന്നിട്ടുണ്ട് 2300 വോൾട്ട്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. വിത്ത് പ്രൈമറി കോയിൽ ഹാവിങ് 4000 ടേൺസ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി തന്നിരിക്കുന്നത് 4000 ടേൺസ് ആണ്. വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി? NSൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇൻ ഓർഡർ ടു ഗെറ്റ് ഔട്ട്പുട്ട് പവർ അറ്റ് 230 വോൾട്ട്. അതായത് ഔട്ട്പുട്ട് പവർ എന്ന് പറയുമ്പോൾ ES തന്നിട്ടുണ്ട് 230 വോൾട്ട് തന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇ എസ് ബൈ ഇ പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ആണല്ലേ. അപ്പോൾ എൻ എസ് കണ്ടുപിടിക്കണമെങ്കിൽ എൻ എസ് അവിടെ നിർത്തിക്കേ, എൻ എസ് അവിടെ നിർത്തുക. അപ്പോൾ എങ്ങനെയാണ് വരിക നോക്കാം. ഇ എസ് ബൈ ഇ പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. നമുക്ക് എൻ എസ് കണ്ടുപിടിക്കേണ്ടത്, അതിനെ അവിടെ നിർത്തുക, എൻ പി മാത്രം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ വി എസ് ബൈ വി പി ഇൻറ്റു എൻ പി ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 200 ബൈ ഇ എസ് എന്ന് പറയുന്നത് 230 ആണ്, 230 ആണ് കേട്ടോ. ചെറിയൊരു പ്രിന്റ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 230 ആണ്. 230 ഡിവൈഡഡ് ബൈ ഇ പി എത്രയാണ്? 2300 ആണ്. ദെൻ ഇൻറ്റു എൻ പി എന്ന് പറയുന്നത് 4000. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 400 ടേൺസ് എന്ന് ആൻസർ കിട്ടും. ചെയ്തോളൂല്ലേ, സംശയമൊന്നുമില്ലല്ലോ അല്ലേ? കാൽക്കുലേഷൻ തെറ്റിക്കരുത് കേട്ടോ. ഇക്വേഷൻ കറക്റ്റ്. നമ്മൾ എന്തിനും പ്രോബ്ലം വരുമ്പോൾ എപ്പോഴും ഇക്വേഷൻ എഴുതിക്കോണം. ഇക്വേഷൻ എഴുതിയിട്ടേ ഫൈനൽ ആൻസർ എഴുതാൻ പാടുള്ളൂ. കാരണം എവിടെയെങ്കിലും നമുക്ക് അവസാനത്തെ കാൽക്കുലേഷൻ തെറ്റിപ്പോയാലും ഇക്വേഷൻ എഴുതുന്നതിന് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അടുത്തത് അപ്പം നമ്മളങ്ങനെ ഇ എം ഐയുടെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, അത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുത്തത് എ സി ചെയ്യാം. എ സിയിലെ ക്വസ്റ്റ്യൻ നോക്കുക. എ സിയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കണമെന്ന് അറിയാമല്ലോ. എൽ സർക്യൂട്ട്, സി സർക്യൂട്ട്, ആർ സർക്യൂട്ട്, എൽ സി ആർ സർക്യൂട്ട്. പിന്നെ പവറിൻ്റെ ഇക്വേഷൻ, പവറിൻ്റെ ഡെറിവേഷൻ പഠിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു 1-2 സ്റ്റെപ്സിലുള്ള ഡെറിവേഷൻ, കുഞ്ഞൊരു ഡെറിവേഷൻ പഠിച്ചു വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. ആ പവർ ഓരോരോ സർക്യൂട്ട്സിലും എങ്ങനെയാണ് മാറുക എന്നുള്ളതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അത് പറഞ്ഞുതരാം. വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അവിടെ ഇതിൽ തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഡ്രോ ആൻഡ് ഇംപിഡൻസ് ഡയഗ്രാം ഓഫ് സീരീസ് എൽ സി ആർ സർക്യൂട്ട് ആൻഡ് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ പവർ ഫാക്ടർ ഫ്രം ദ ഡയഗ്രാം. പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്തുവാണ്? പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൽ സി ആർ സർക്യൂട്ടിൻ്റെ ഡയഗ്രാം ഒക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം അല്ലേ? ഇനി എൽ സി ആർ സർക്യൂട്ട് ചോദിക്കുമ്പം നമുക്കറിയാം 2 കേസ് ഉണ്ട്. വി എൽ ഗ്രേറ്റർ ദാൻ വി സി, വി സി ഗ്രേറ്റർ ദാൻ വി എൽ. 2 കേസ് ഉണ്ട്. അതിനകത്ത് ഏത് കേസ് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു ഇ ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ ആണ് ഇക്വേഷൻ. ഇതിനകത്ത് ഈ കോസ് ഫൈ പറയുന്ന പേരാണ് പവർ ഫാക്ടർ എന്ന് പറയും. പവർ ഫാക്ടർ എന്ന് പറയും. ഓക്കെ, ഇ ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസിനെ പറയുക അപ്പാരൻറ്റ് പവർ എന്ന് പറയും. പീനെ പറയുന്നത് ട്രൂ പവർ എന്ന് പറയും. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കണം പവറിൻ്റെ. ഓക്കെ, ഇനി ഈ കോസ് ഫൈയുടെ വാല്യൂ ഓരോ സർക്യൂട്ടിലും എങ്ങനെയാണ് മാറുക എന്നുള്ളതും കൂടെ നോക്കാം. ആർ സർക്യൂട്ടിലാണെങ്കിൽ ഫൈയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ കോസ് ഫൈയുടെ വാല്യൂ 1 ആണ് ആർ സർക്യൂട്ടിൽ. എൽ സർക്യൂട്ടിലും സി സർക്യൂട്ടിലും ഫൈയുടെ വാല്യൂ 90 ഡിഗ്രി ആയതുകൊണ്ട് കോസ് 90 എന്ന് പറയുന്നത് 0. അതായത് പവർ ഫാക്ടർ എത്രയാണ് വരുന്നത്? 0 ആണ് വരുന്നത്. പവർ ഫാക്ടർ 0 ആണ്. അപ്പോൾ കോസ് ഫൈയുടെ വാല്യൂ ആണ് 0 വരുന്നത്. അപ്പോൾ ഈ എൽ സർക്യൂട്ടിലും സി സർക്യൂട്ടിലുള്ള പവർ 0 ആയതുകൊണ്ട് അല്ലേ, പവർ ഫാക്ടർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറും 0 ആവത്തില്ലേ? കോസ് ഫൈ 0 ആണ്, പവറും 0 ആവും. പവർ 0 എന്ന് പറഞ്ഞാൽ പവർ എന്ന് പറയുന്നത് എന്താ? വർക്ക് ബൈ ടൈം അല്ലേ? പവർ 0 ആയിക്കഴിഞ്ഞാൽ വർക്കും 0 ആവത്തില്ലേ? എന്ന് വെച്ചാൽ എൽ സർക്യൂട്ടിലും സി സർക്യൂട്ടിലെയും കറണ്ട് പ്രത്യേകിച്ച് ഒരു പണിയെടുക്കുന്നില്ല. എൽ സർക്യൂട്ടിലെയും സി സർക്യൂട്ടിലെയും കറണ്ട് ഒരു പണിയെടുക്കുന്നില്ല, വർക്ക് 0 ആണ്. അങ്ങനെയുള്ള കറണ്ടിനെ നമ്മൾ എന്താ ചെയ്യുക? ഒരു പണിയെടുക്കാത്ത ആൾക്കാർ നമ്മൾ പറയും യൂസ്ലെസ് ഫെല്ലോ എന്ന് പറയും അല്ലേ? അതുപോലെ ഇവിടെയും ഒരു പണിയെടുക്കാത്ത കറണ്ടിനെ നമ്മൾ പറയാം യൂസ്ലെസ് കറണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ വാട്ട്ലെസ് കറണ്ട്. പവർ 0 ആ, വാട്ടില്ല, WATT, പവർ ഇല്ലാത്തതുകൊണ്ട് വാട്ട്ലെസ് കറണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ പറയുന്ന പേരാണ് ഐഡിൽ കറണ്ട് എന്ന് പറയും. ഐഡിൽ, IDLE ആണ്, ഐഡിയൽ അല്ല, IDLE, ഒരു പണിയെടുക്കാത്തത്, ഐഡിൽ, ഒന്നും ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഇനി ബാക്കിയുള്ള സർക്യൂട്ട്സ്, അതായത് ബാക്കിയുള്ള സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ LCR സർക്യൂട്ട് അല്ലേ, കോമ്പിനേഷൻ സർക്യൂട്ടിൽ പവർ ഫാക്ടറിൻ്റെ വാല്യൂ വരുന്നത് R/Z ആണ്. Z എന്ന് പറയുന്നത് എന്താണ്? ഇംപിഡൻസ് ആണ്. Z ഇസ് ഇംപിഡൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇംപിഡൻസ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താ വരിക? √R² + Lω - 1/Cω² അപ്പോൾ ഇത് LCR സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ ആണ്. R/Z ആണ്. ഇതിപ്പം Lω എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. Cω എന്താണ്? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് കൂടുതലെങ്കിൽ, അതായത് VC ആണ് കൂടുതലെങ്കിൽ ഇക്വേഷൻ 1/Cω - Lω. ആരാണോ കൂടുതൽ അയാളെ ആദ്യം എഴുതുക, അത്രയേ ഉള്ളൂ. ബാക്കി R² + ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അങ്ങനെയാണ്. ഇനി LCR സർക്യൂട്ടിൽ ഒരു കേസ് ഉണ്ട്, അതായത് VL ഉം VC യും ഈക്വൽ ആവുന്ന കേസിൽ
ഈ പവർ ഫാക്ടർ 1 തന്നെയാണ് വരിക. അതായത് ആർ സർക്യൂട്ട് പോലെ തന്നെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ LCRൻ്റെ ഏത് കേസിലാണ് ആർ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം വന്നാലോ എന്താണ്, ഏത് കേസിലാണ്? അറ്റ് റെസൊണൻസ് കണ്ടീഷൻ. റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഇൻഡക്ടർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റർ കേട്ടോ. അതാണ്. അപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ്. ഇതിനകത്ത് നിന്നൊക്കെ ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മളത് പറഞ്ഞു. പവർ ഫാക്ടറിൻ്റെ കേസൊക്കെ പറഞ്ഞല്ലേ. പവർ ഫാക്ടർ എന്ന് പറയുന്നത് കണ്ടോ, ഇക്വേഷൻ കിട്ടിയത് cos phi is equal to R/Z ആണ്. A sinusoidal voltage of peak value 283 volt and frequency 50 Hz is applied to a series LCR circuit in which R, L, C ഒക്കെ തന്നിട്ടുണ്ട്. ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുവാണ്. ഇംപിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഇപ്പോൾ എഴുതാം, Z is equal to root of R square plus L omega minus ഇത് 25.48 മില്ലി ഹെൻറി ആണ്, മറ്റേത് 796 ആണ്. അപ്പോൾ നമ്മൾ XL മൈനസ് XC എന്നുള്ള ഇക്വേഷൻ എഴുതുക. അതായത് XL എന്ന് പറയുന്നത് 1 L omega minus 1 C omega the whole square. പക്ഷെ ഒമേഗ ഇല്ലല്ലോ, ഒമേഗ ഇല്ല അല്ലേ. അപ്പോൾ ഒമേഗ നമുക്ക് കണ്ടുപിടിക്കാം. ഒമേഗ കണ്ടുപിടിക്കാനാണ് ഈ ഫ്രീക്വൻസി തന്നിരിക്കുന്നത്. ഒമേഗ ഈക്വൽസ് 2π × f ആണ്. അപ്പോൾ കണ്ടോ, ഇതിനകത്ത് നിന്നൊക്കെ എത്ര ഇക്വേഷൻസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കിക്കേ. അപ്പോൾ 2 × 3.14 × ഫ്രീക്വൻസിയുടെ അവിടെ 50 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒമേഗ കിട്ടും അല്ലേ. ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ L ഇവിടെ തന്നിട്ടുണ്ട്. അത് നോക്കാം, മില്ലി ഹെൻറിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ L is equal to 25.48 മില്ലി ഹെൻറി ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹെൻറിയിലേക്ക് മാറ്റണമെങ്കിൽ, മില്ലി മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 10⁻³ കൊടുക്കുക അല്ലേ. ഇനി കപ്പാസിറ്റൻസ് നോക്കിക്കേ. C is equal to 796 മൈക്രോ ഫാരഡ് ആണ്. മൈക്രോനെ എങ്ങനെ മാറ്റുക? 10⁻⁻6 ഫാരഡ്. C is equal to 796 × 10⁻⁻6 ഫാരഡ്. അപ്പോൾ ഒമേഗ കിട്ടി, L കിട്ടി, C കിട്ടി. R തന്നിട്ടുണ്ടേ, R തന്നിട്ടുണ്ട് 3 ഓം ആണെന്ന്. അപ്പം എല്ലാം ആയില്ലേ അല്ലേ. ഇമ്പിഡൻസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L ഇൻറ്റു ഇവിടെ കിട്ടുന്ന ഒമേഗ മൈനസ് 1 C ഇൻറ്റു ഇവിടെ കിട്ടുന്ന ഒമേഗ ദ ഹോൾ സ്ക്വയർ ചെയ്യുക. എന്നിട്ട് അതിനെ റൂട്ട് എടുക്കുക, ഇമ്പിഡൻസ് കിട്ടും. മനസ്സിലായോ മക്കളെ? സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ. ഇതാണ് സംഭവം, ഇങ്ങനെയാണ് കിട്ടുക. ഒക്കെ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കത്തില്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് 20ാമത്തെ ചോദ്യം. 110 volt variable frequency AC is applied to a circuit as shown in the figure. At a particular frequency, the voltage across the capacitor and inductor are found to be equal. അല്ലേ, found to be equal. അതായത് VL-ഉം VC-യും ഈക്വൽ ആണെന്ന്. L-ഉം C-യും R-ഉം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ദ സർക്യൂട്ട്? കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. I is equal to V by impedance which is equal to എന്ത് ചെയ്താൽ മതി? V/Z. അപ്പം നമ്മൾ വിചാരിക്കും Z കണ്ടുപിടിക്കാനായിട്ട് ഒമേഗ ഒന്നും തന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കേണ്ട. നമുക്ക് VL-ഉം VC ഈക്വൽ ആവുന്ന കേസിൽ Z എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? R തന്നെയാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഇതൊക്കെ വളരെ നല്ല ചോദ്യങ്ങളാണ്. അപ്പോൾ V ഡിവൈഡഡ് ബൈ R എന്താ? 48. V എത്രയാണ് തന്നിരിക്കുന്നത്? V തന്നിരിക്കുന്നത് 110 volt ആണ്. അപ്പോൾ 110 ഡിവൈഡഡ് ബൈ 48 ചെയ്യുക. 110 ഡിവൈഡ് ബൈ 48 ചെയ്യുമ്പോൾ കറണ്ട് കിട്ടിയോ? 2.29 ആംപിയർ അല്ലേ. ഇനി പറഞ്ഞിരിക്കുന്നത് അല്ലേ, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ അപ്ലൈഡ് AC സോഴ്സ്? ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഡെറിവേഷൻ പഠിച്ചോണം. 2 മാർക്കിനൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പ്രോബ്ലം ചോദിക്കാം. VL-ഉം VC ഈക്വൽ ആവുന്ന കണ്ടീഷനാണ് റെസൊണന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ VL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് L ഒമേഗ I ഇൻറ്റു L ഒമേഗ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. L ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയും. എന്താണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്? L സർക്യൂട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ഇക്വേഷൻ എന്താ? L ഒമേഗയാണ്. മനസ്സിലായോ? XL എന്നാണ് കൊടുക്കുക. XL is equal to L ഒമേഗയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് VC-ക്ക് വരെ I ഇൻറ്റു 1 C ഒമേഗ. എന്താണ്? XC ആണ് 1 C ഒമേഗ. വാട്ട് ഈസ് XC? ദാറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ദ കപ്പാസിറ്റർ സർക്യൂട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കിട്ടിയോ? നമുക്കിവിടെ ഐയും കട്ടായി അല്ലേ. ഇനി L ഒമേഗ ഈക്വൽസ് 1 C ഒമേഗ. ഒമേഗ അങ്ങോട്ടേക്ക് കൊണ്ടുപോളൂ. അപ്പോൾ ഒമേഗ സ്ക്വയർ ആയി. L-നെ താഴേക്ക് കൊണ്ടുവരിക, 1/LC ആയി. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു 1/√LC കിട്ടിയോ അല്ലേ. ഒമേഗ സ്ക്വയർ ആണ് ഈ കിട്ടിയത്. അപ്പോൾ നമുക്കിനി F കണ്ടുപിടിക്കണം അല്ലേ. ഫ്രീക്വൻസിയാ. ഒമേഗയും ഫ്രീക്വൻസി തമ്മിലുള്ള റിലേഷൻ എന്തുവാ?
ടു പൈ എഫ് ആണ്. ഒമേഗ എന്ന് പറയുന്നത് ടു പൈ എഫ് ആണ്. 2πf is equal to 1 by root of LC. നമുക്ക് എഫ് അല്ലേ വേണ്ടേ? എഫ് is equal to 1 by 2π root of LC. ഇപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കിട്ടിയോ? 1 by 2π root of LC പഠിച്ചോ? എഫ് is equal to റെസൊണന്റ് ഫ്രീക്വൻസി ഈക്വൽസ് 1 by 2π root of LC. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലും സിയും ഒക്കെ തന്നിട്ടില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. പക്ഷെ ശ്രദ്ധിക്കണം, എല്ല് തന്നിരിക്കുന്നത് ഹെൻറിയിലാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ സി തന്നിരിക്കുന്നത് 27 മൈക്രോ ഫാരഡ് ആണ്. മൈക്രോ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? 27 into 10 raised to -6 കേട്ടോ. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ റൂട്ടൊക്കെ എടുക്കണേ. റൂട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ അറിയാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അത് ചെയ്തോളൂ. കണ്ടുപിടിച്ച് ആൻസർ ഫ്രീക്വൻസി കിട്ടി. ഓക്കെ, അടുത്തത് വീണ്ടും നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷനാണ് വന്നിരിക്കുന്നത്. 21ാമത്തെ ചോദ്യം. ആ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ഇൻപുട്ട് പവർ അറ്റ് 3300. ഇനിയിപ്പോൾ ഇത് മിസ്സിൻ്റെ ഹെൽപ്പ് വേണ്ടല്ലോ, നിങ്ങൾ ചെയ്തോളൂ അല്ലേ? നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ കാരണം റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്, വേറൊരു വർഷം റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ന്യൂമറിക്കൽസിൽ നിന്നും ഏതെങ്കിലുമൊക്കെ ചോദ്യം റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ എക്സാമിന് ഇതുപോലെ ന്യൂമറിക്കൽസ് ചെയ്യിപ്പിച്ചു, അത് തന്നെ റിപ്പീറ്റ് ചെയ്തു. ഒരേ ക്വസ്റ്റ്യൻ, ഏതാ ഒപ്റ്റിക്സിലൊരു ക്വസ്റ്റ്യൻ വാല്യൂ പോലും മാറാണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്ത് തന്നെ പഠിച്ചോണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യണ്ടല്ലോ, നിങ്ങൾ ചെയ്തോളൂല്ലോ അല്ലേ? എന്തുവാണ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്ന് പറഞ്ഞേ? ES by EP is equal to NS by NP is equal to IP by IS കേട്ടോ. ചിലപ്പോൾ ES ആയിരിക്കില്ല, കറണ്ട് ആയിരിക്കും തരിക. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. യെസ്, ഇനി മിസ് നേരത്തെ പറഞ്ഞില്ലേ EM വേവ്സിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതും. പിന്നെ AC നിന്നും ചോദിക്കാം. അപ്പോൾ എന്താണ് നമുക്ക് ചോദ്യം എന്നുള്ളത് നോക്കാം. The equation of AC is given by B is equal to 200 root 2 sin 100 pi t. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ +1ലും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ +1ൽ മീൻസ് അതിനകത്ത് ഇതുപോലെ ഓസിലേഷൻസും വേവ്സും ഇതുപോലൊരു ചോദ്യം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കണ്ടവരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് ഇതുപോലൊരു ചോദ്യമുണ്ട്. അപ്പോൾ സിമിലർ ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണിത്. അതായത് V is equal to V0 sin omega t, I is equal to I0 sin omega t എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഇവിടെ നോക്കുക, V is equal to V0 sin omega t അല്ലേ? ഫൈൻഡ് RMS വാല്യൂ ആൻഡ് ഫ്രീക്വൻസി. RMS വാല്യൂ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ V0യുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 200 root 2 അല്ലേ? അപ്പോൾ V0 is equal to 200 root 2 ആണ്. VRMS എന്ന് പറയുന്നത് എന്താണ്? V0 by root 2 അല്ലേ VRMS? V0 നമുക്ക് കിട്ടിയത് 200 root 2 by ഇവിടെ root 2 കട്ടായി കഴിഞ്ഞാൽ ആൻസർ എത്രയാണ് വരുന്നത്? 200 വോൾട്ട് അല്ലേ? 200 വോൾട്ട് ആണ് RMS വാല്യൂ ഓഫ് എന്ത് വോൾട്ടേജ് അല്ലേ? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്? ഫ്രീക്വൻസിയുടെ ഒമേഗ ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കൂ ഒമേഗയുടെ സ്ഥാനത്ത് സൈൻ ഒമേഗ ടി അല്ലേ? V is equal to V0 സൈൻ ഒമേഗ ടി. ഇവിടെ ഒമേഗയുടെ പ്ലേസിൽ എന്താ വന്നിരിക്കുന്നത്? 100 പൈ ആണ്. അപ്പോൾ ഒമേഗ ഈക്വൽസ് 100 പൈ. ഇതുപോലുള്ള ചോദ്യം തന്നെയായിരുന്നു +1ൽ ഉണ്ടായിരുന്നത്. 100 പൈ അവിടെ നമുക്ക് ഇക്വേഷൻ ഓഫ് എ വേവ് ആയിരുന്നു അല്ലേ? അവിടെ നമ്മുടെ VRMS ഒന്നും അല്ല, ഇക്വേഷൻ ഓഫ് എ വേവ് ആയിരുന്നു. A സൈൻ ഒമേഗ ടി ആംപ്ലിറ്റ്യൂഡൊക്കെ ആയിരുന്നു കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്, ടൈം പീരീഡ് ഒക്കെ. അപ്പോൾ ഒമേഗ ഈക്വൽസ് 100 പൈ. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2πf ആണ് ഒമേഗ. 2πf is equal to 100 പൈ. പൈ കട്ടായി F is equal to 100 by 2 that is equal to 50 Hz ആണ്. ഓക്കെ, ഇനി ഇത് ഫ്രീക്വൻസി. ഇനിയിപ്പോൾ നമ്മളടുത്ത് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിലോ, ഒന്നുകിൽ ഫ്രീക്വൻസി കിട്ടിയിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ ആണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 1/50 ചെയ്യുക. അല്ലാണ്ട് ഫ്രീക്വൻസി കണ്ടുപിടിക്കാണ്ട് എങ്ങനെ നമ്മൾ ഒമേഗ കണ്ടുപിടിക്കുക? ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ് ഒമേഗ. അപ്പോൾ അവിടെ ഒമേഗയ്ക്ക് പകരം 2π/t is equal to 100 പൈ. 2π/t is equal to 100 പൈ. അപ്പോൾ അവിടെ പൈ കട്ടാക്കി t is equal to 2/100 എന്ന് വരും. ദാറ്റ് ഈസ് ഓൾസോ 1/50. അത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയത്, അത്രയും സെക്കൻഡ്സ്. അപ്പോൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ, ഒമേഗയും ടൈം പീരീഡും തമ്മിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t ആണ്. അതുപോലെ ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആണ്. ഈ ഇക്വേഷൻസ് രണ്ടും ഒന്ന് പഠിച്ചേക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്ത സെക്കൻഡ് പാർട്ട് ഉണ്ടോ? ബി പാർട്ട്. Figure shows a series LCR circuit connected to a variable frequency. Obtain the impedance of the circuit using phasor diagram. ചെയ്യാലോ അല്ലേ? ഇംപിഡൻസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ഇനി സി പാർട്ട് നോക്കൂ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പവർ ഫാക്ടർ ഇൻ ദ സർക്യൂട്ട് അറ്റ് റെസൊണൻസ്? റെസൊണൻസിൽ പവർ ഫാക്ടറിന്റെ വാല്യൂ എത്രയാണെന്ന്, അതായത് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, വി എല്ലും വി സി ഈക്വൽ ആവുന്ന കണ്ടീഷൻ. LCR സർക്യൂട്ടിൻ്റെ റെസൊണൻറ്റ് കണ്ടീഷനിൽ ഇംപിഡൻസും റെസിസ്റ്റൻസും ഈക്വൽ ആണ് എന്ന് വെച്ചാൽ LCR സർക്യൂട്ട് ആർ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. എന്തുവാണ്? LCR സർക്യൂട്ടിൻ്റെ റെസൊണൻറ്റ് കണ്ടീഷനിൽ LCR സർക്യൂട്ട് ആക്ട്സ് ആസ് റെസിസ്റ്റർ സർക്യൂട്ട്. റെസിസ്റ്റർ സർക്യൂട്ടിൽ കോസ് ഫൈയുടെ വാല്യൂ എത്രയാണ്? 1 അല്ലേ? അപ്പോൾ പവർ ഫാക്ടർ എത്രയാണ് കിട്ടുക? 1 എന്ന് കിട്ടും. അതാണ് ആൻസർ. ഓക്കെ, പവർ ഫാക്ടർ ഇസ് 1. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മുടെ റേ ഓപ്റ്റിക്സിലേക്ക് കയറുകയാണ്. റേ ഓപ്റ്റിക്സ് എന്ന് എപ്പോഴും ചോദിക്കാറുള്ളത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചിട്ടുള്ള പ്രോബ്ലം വരാറുണ്ട്. പിന്നെ ചിലപ്പോൾ കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോൺടാക്ട് വെച്ചിട്ടുള്ള പ്രോബ്ലം വരാറുണ്ട്. ഇത് രണ്ടാണ് അധികവും ചോദിക്കാറുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് നോക്കൂ. ഇഫ് F equals 0.5 meter for a glass lens, what is the power of the lens? അപ്പോൾ പവർ എന്താണെന്ന് ആദ്യം നമുക്ക് പഠിക്കാം. പവർ ഓഫ് ദ ലെൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്തിൻ്റെ വാല്യൂ എന്തിലായിരിക്കണം? മീറ്റേഴ്സിലാണെങ്കിൽ. ഇനി ഫോക്കൽ ലെങ്തിൻ്റെ വാല്യൂ സെൻറ്റിമീറ്റേഴ്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ആ സെൻറ്റിമീറ്റേഴ്സിനെ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് 1/f ചെയ്യുക, അല്ലെങ്കിൽ 100/f എന്ന് ചെയ്യുക. എഫ് സെൻറ്റിമീറ്റേഴ്സിലാണെങ്കിൽ. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് ചിലപ്പോൾ സെൻറ്റിമീറ്റേഴ്സിൽ തന്നിട്ട് പവർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ പവർ ഈക്വൽസ് 1/f എന്ന് അങ്ങനെ ഡയറക്റ്റ് ചെയ്ത് വെക്കരുത്. ആ സെൻറ്റിമീറ്റേഴ്സിനെ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ 1/f ചെയ്തോളൂ, അല്ലെങ്കിൽ 100/f എന്ന് ചെയ്യുക സെൻറ്റിമീറ്റേഴ്സ് തന്നെയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? എഫ് 0.5 മീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പവർ കണ്ടുപിടിക്കണം. അപ്പോൾ മീറ്റേഴ്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 1/0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10/5 വിച്ച് ഈസ് ഈക്വൽ ടു 2. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? ഡയോപ്റ്റർ. ഡയോപ്റ്റർ കേട്ടോ, ക്യാപിറ്റൽ D. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ചോദ്യം. ഞാൻ മിസ് നേരത്തെ പറഞ്ഞ ഈ ചോദ്യമാണ് സേ എക്സാമിന് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പോഴും ചോദിച്ചിരുന്നു. ഇപ്പോഴത്തെ പക്ഷേ കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയ +2 കുട്ടികളുടെ സേ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഫേസസ് ഓഫ് എ ഡബിൾ കോൺവെക്സ് ലെൻസ് ആർ 10 cm and 15 cm. ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഈസ് 12 cm. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്? അപ്പോൾ ഇതേ ചോദ്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. R1 ആണ് തന്നിരിക്കുന്നത് 10 cm എന്ന്. അപ്പോൾ R2 നിങ്ങൾ കൊടുക്കേണ്ടത് -15 cm. R1 പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ R2 നെഗറ്റീവ് കൊടുക്കുക. കാരണം ഇങ്ങനെയല്ലേ ലെൻസ് ഉള്ളത്. അപ്പോൾ ഒന്ന് ഇങ്ങോട്ടേക്കുള്ളത് R1 എന്ന് പറയുന്നത് പോസിറ്റീവ്, ഇങ്ങോട്ടേക്കുള്ളത് നെഗറ്റീവ് എന്ന് കൊടുക്കണം. ഓക്കെ, ഫോക്കൽ ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? ഫോക്കൽ ലെങ്ത് 12 cm തന്നിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് ആണ്, അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ്. സൈൻ കൺവെൻഷൻ മറന്നു പോരുത്. N ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം കണ്ടോ, ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്ക് ഇക്വേഷൻ കിട്ടിയോ? 1/f is equal to n-1 into 1/r1 minus 1/r2. ഇക്വേഷൻ എഴുതിയിട്ടേ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ 1/12 ഈക്വൽസ് n-1 into 1/r എന്ന് പറയുമ്പോൾ 1/10 മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് 1/15 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിടേ. 1/10 + 1/15 സിംപ്ലിഫൈ ചെയ്യുക, 1/12 ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് വരുന്നത് നോക്കിക്കേ. യെസ്, n-1 is 0.5 എന്ന് വരും. അപ്പോൾ n എന്ന് പറയുന്നത് 1.5 എന്ന് ആൻസർ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഗ്ലാസ് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും 1.5 ആയിരിക്കും. അത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറയുന്നത് 1.5 ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇതിനകത്തുനിന്ന് വേറെ വരുന്ന ന്യൂമറിക്കൽ മിസ് പറഞ്ഞല്ലോ, കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോൺടാക്ട്. അപ്പോൾ 1/f ഈക്വൽസ് 1/f1 + 1/f2. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലിക്വിഡ് ലെൻസ് ചെയ്തവർക്ക് അറിയാം, ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ കോൺകേവ് ലെൻസിൻ്റെ കോമ്പിനേഷൻ മെത്തേഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇതാണ് ചെയ്തത് അല്ലേ, ഇക്വേഷനാണ് ചെയ്തത്. പിന്നെ ഉള്ളൊരു ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്നെൽസ് ലോ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് sin I by sin R ഈക്വൽസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. ഇതൊരു ഇക്വേഷൻ ഉണ്ട്. പിന്നെ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം എയർ ആണെങ്കിൽ മറ്റേ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയാണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. n = c/v ആണ്. എന്താണ് c എന്ന് പറയുന്നത്? c is velocity of light and v is velocity of light in the medium. c എന്ന് പറഞ്ഞാൽ velocity of light in vacuum, v is velocity of light in medium. ഇതാണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് മീഡിയം ബൈ സെക്കൻഡ് മീഡിയം ആയിരിക്കും. ദിസ് ഇസ് അനദർ വൺ. n2/n1 is equal to v1/v2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണേ.
പിന്നെ എന്തോ ഉള്ളത് വേറെ ഇത് കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്, ഇത് സ്നെൽസ് ലോ, ഇത് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇത് റിലേഷൻ ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇക്വേഷൻസ് അല്ലേ. ബാക്കി പിന്നെ നമ്മുടെ ഇതിനകത്തൊക്കെ വരുന്നുണ്ടല്ലോ, ഏതാ ഡെറിവേഷൻസിലൊക്കെ വരുന്ന ഇക്വേഷൻസ്, അല്ലാണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞേ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്തോളൂല്ലോ അല്ലേ. കാൽക്കുലേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോ കേട്ടോ, പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ്. A thin lens is a transparent optical medium bounded by two surfaces, at least one of which should be spherical. Two thin convex lenses of focal length and f1 and f2 are kept in contact with each other. Draw a neat diagram, obtain an expression to find the equivalent focal length of the combination. ഇപ്പോൾ പറഞ്ഞില്ലേ ഏതാണ് കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്. രണ്ട് ലെൻസസ് ചേർത്ത് വെച്ചാൽ രണ്ടിൻ്റെ കൂടെ എഫക്റ്റീവ് എന്താണ് കിട്ടുക എന്നുള്ള ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കണേ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ കണ്ടോ, 1/f = 1/f1 + 1/f2 എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഉണ്ടോ, ഇപ്പോൾ പറഞ്ഞില്ലേ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ, രണ്ടും കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഫോക്കൽ ലെങ്ത് 10ഉം മറ്റേൻ്റെ 20 ആണ്. കോൺടാക്റ്റിൽ വെക്കുകയാണ്. ഈക്വലൻ ഫോക്കൽ ലെങ്തും അതിൻ്റെ പവറും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ 1/F = 1/f1 + 1/f2. അപ്പോൾ 1/f = 1. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് രണ്ടും പോസിറ്റീവാണ്. ഇനി ഒരെണ്ണം കോൺകേവ് ലെൻസ് ആയിരുന്നെങ്കിൽ ആ തന്നിരിക്കുന്നതിനെ നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കണം, കാരണം ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ് നെഗറ്റീവാണ് കേട്ടോ. ഓക്കെ, ഇത് ചെറിയൊരു വീസിങ് ഉണ്ട്, അതാണ് ഇങ്ങനെ ശ്വാസം ഇടയ്ക്ക് പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചെയ്തു. എന്നിട്ട് ഇതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് ഓഫ് കോമ്പിനേഷൻ എത്ര കിട്ടുന്നതെന്ന് നോക്കിക്കേ. 6.67 × 10⁻² മീറ്റർ, അതായത് സെൻറ്റിമീറ്റേഴ്സിലാണ് കിട്ടിയത്. മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ആ പവർ കണ്ടുപിടിക്കാൻ. അപ്പോൾ 1/f ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. 1/6.67 × 10⁻² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്താൽ മതി കണ്ടോ, അത് തന്നെ ഇവിടെ പിന്നെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ 6.67 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് 100/f എന്നങ്ങനെ ചെയ്താൽ മതി. 100/6.67 ചെയ്താൽ നമുക്ക് 14.99 ഡയോപ്റ്റർ. അതിന് അപ്രോക്സിമേറ്റ് ചെയ്ത് 15 എന്ന് എഴുതണമെന്നൊന്നുമില്ല, 14.99 എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടും കേട്ടോ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ മനസ്സിലായോ? കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്, റേ ഓപ്റ്റിക്സിന് ഏതൊക്കെ ഇക്വേഷൻസ് എഴുതി വെച്ചോണേ, ബുക്കിലേക്ക് എഴുതി വെച്ചോണേ. മിസ്സിന് ആഗ്രഹമുണ്ട് ഇക്വേഷൻസ് മാത്രമായിട്ടൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ, പക്ഷേ അതിനുള്ള സമയം ഇനി വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം നിങ്ങൾ ഈ ന്യൂമറിക്കൽസിൽ നിന്നൊക്കെ കിട്ടുന്ന ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വെക്കത്തില്ലേ അല്ലേ? ഓക്കെ, ഗുഡ്. യെസ്, അടുത്തത്. ഡ്രോ ദ റേ ഡയഗ്രാം ടു ഷോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് through a glass prism, hence obtain the prism formula to determine the refractive index of the material of the prism. പ്രിസം ഫോർമുല പഠിച്ചല്ലോ അല്ലേ? നന്നായി പഠിച്ചിട്ടില്ലേ? പഠിക്കാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. പ്രിസത്തിൻ്റെ ഡയഗ്രാം, റേ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നും അതിനുള്ള ഡെറിവേഷനൊക്കെ ഉണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. +2 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെതും ഉണ്ട് കേട്ടോ. ന്യൂക്ലിയർ മാത്രമാണ് ഇല്ലാത്തത്, പക്ഷേ ന്യൂക്ലിയർ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അത് അടുത്ത നോക്കൂ. ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം ഇസ് 1.49, ഫൈൻഡ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ പ്രിസം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ്റെ കൂട്ടത്തിൽ എഴുതേണ്ട മറ്റൊരു ഇക്വേഷനാണത്, ക്രിട്ടിക്കൽ ആംഗിൾ. അതായത് n = 1/sin c. ഇവിടെ കൊടുക്കുന്ന c എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. ഈ c എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ള പറഞ്ഞുതരാം. അപ്പോൾ n = 1/sin c ആണ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ എന്ത് തന്നിട്ടുണ്ട്? 1.49 തന്നിട്ടുണ്ട്. അപ്പോൾ n = 1/sin c ആണ് അല്ലേ? അപ്പോൾ sin c = 1/1.49 അല്ലേ? 1/n എന്നല്ലേ വരിക. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക. എന്നിട്ട് c = sin ഇൻവേഴ്സ് ഓഫ് 1/1.49. സൈൻ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? നമ്മുടെ കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് അടിച്ചിട്ട് സൈൻ അടിച്ചാൽ നമുക്ക് സൈൻ ഇൻവേഴ്സ് കിട്ടും. അത് 1/1.49 ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കിട്ടിയിട്ട് വേണം സൈൻ ഇൻവേഴ്സ് ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് എത്രയാണെന്ന് നോക്കാം. ഇതാ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/1.49 എന്ന് പറഞ്ഞാൽ 0.67 എന്ന് കിട്ടും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 0.67 എന്ന് പറഞ്ഞാൽ 42.18 ഡിഗ്രിയാണ്. ഇനി എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് നോക്കിക്കേ. നമുക്ക് ഇതൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്, ഇത് നോർമലാണ്. ഒരു റേ ഇങ്ങനെ വന്ന് വീഴുന്നു. ഈ റേ ഡെൻസറിൽ നിന്നും റെയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡെൻസർ ടു റെയർ പോകുമ്പോൾ ഈ റേ വിൽ മൂവ് എവേ ഫ്രം ദ നോർമൽ അല്ലേ? മറ്റൊരു റേ ഇങ്ങനെ വരികയാണ്, അതും വിൽ മൂവ് എവേ ഫ്രം ദ നോർമൽ. വേറൊരു റേ വന്നപ്പോൾ അത് ഇങ്ങനെ സർഫസിലൂടെ ഇങ്ങനെ പോയി. അതായത് ഇതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുന്നത് 90 ഡിഗ്രിയാണ്. ആ സമയത്ത് ഈ
വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? അപ്പോൾ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് 90 ഡിഗ്രി. ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനാണോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി കിട്ടുന്നത്, ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഞാൻ വേറൊരു റേ വരയ്ക്കുകയാണ്. അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഇതെന്ത് ചെയ്യും? ഇതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് 2 കണ്ടീഷൻസ് ചോദിക്കാം അല്ലേ? എന്തൊക്കെയാണ്? ഫസ്റ്റ് കണ്ടീഷൻ, ദ റേ മസ്റ്റ് ട്രാവൽ ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ TIR സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ n = 1/sin c ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. യെസ്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പോൾ റേ ഓപ്റ്റിക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്തു പോകുന്നുണ്ട്. റേ ഓപ്റ്റിക്സിൻ്റെ മാത്രമല്ല ന്യൂമറിക്കൽസും കൂടെ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിക്കുക. ഇതാ കണ്ടോ, നേരത്തെ വന്ന അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തത് കണ്ടോ? ഇതാ പറയുന്നത്, നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ വന്ന ന്യൂമറിക്കൽസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റും. അതേ ന്യൂമറിക്കൽസ് തന്നെ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ചെയ്യേണ്ടല്ലോ അല്ലേ? നേരത്തെ ചെയ്ത സെയിം സാധനമാണ്. അപ്പോൾ നമ്മൾ റേ ഓപ്റ്റിക്സ് കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? വേവ് ഓപ്റ്റിക്സ്. വേവ് ഓപ്റ്റിക്സിൽ നിന്നും പഠിക്കേണ്ട ഇക്വേഷൻസ്, പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം. എക്സ്പ്ലനേഷൻ ഓഫ് റിഫ്ലക്ഷൻ, എക്സ്പ്ലനേഷൻ ഓഫ് റിഫ്രാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് വേവ് തിയറി ഓഫ് ലൈറ്റ്, ഹൈഗൻസ് വേവ് തിയറി, വേവ് ഫ്രണ്ട് എന്താണ്, പിന്നെ കണ്ടീഷൻസ് ഫോർ കൊഹറൻറ്റ് സോഴ്സസ്, അതുപോലെ കണ്ടീഷൻസ് ഫോർ ഒബ്റ്റെയിനിങ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഓൺ ദ സ്ക്രീന് അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഒരു സംഭവം കൂടിയുണ്ട്. എന്തുവാണ്? ഇൻ്റർഫറൻസ് ബാൻഡ്സ്, അതായത് ബാൻഡ് വിഡ്ത്ത്. ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൽ കൂടുതൽ വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സ്ക്രീനിൽ എന്തോ കിട്ടും? മോഡിഫിക്കേഷൻ ഓഫ് എനർജി ഉണ്ടാവും. മോഡിഫിക്കേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്, ഒരു സ്ക്രീൻ വെക്കുകയാണെങ്കിൽ ഈ 2 വേവ്സ് ഇൻ്റർഫിയർ ചെയ്യുന്നത് കൺസ്ട്രക്റ്റീവ് ആയിട്ടാണെങ്കിൽ, അതായത് എഫക്റ്റീവ് ഇൻ്റർഫറൻസ് ആണെങ്കിൽ നമുക്ക് ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും കിട്ടുക. 2 പേരും കൂടെ നടക്കുന്നത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണെങ്കിൽ നമുക്ക് ഡാർക്ക് ബാൻഡ് കിട്ടും. അപ്പോൾ 2 വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു സ്ക്രീൻ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ കിട്ടുന്നത് ഒരു ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് കിട്ടുക ഒരു ഡാർക്ക് ബാൻഡാണ് 2 വശത്തും. വീണ്ടും 2 വശത്തും ബ്രൈറ്റ് ബാൻഡ് കിട്ടും ഇങ്ങനെ. ഓക്കെ, അങ്ങനെ കിട്ടുമ്പോൾ 2 ഡാർക്ക് ബാൻഡ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് ബീറ്റ എന്ന് പറയുന്നത്. അതുപോലെ 2 ബ്രൈറ്റ് ബാൻഡ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസും എന്ത് തന്നെയാണ്? ബീറ്റയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഡാർക്ക് ബാൻഡ്സ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബ്രൈറ്റ് ബാൻഡ്സ്, രണ്ടും എന്ത് തന്നെയാണ്? ബീറ്റയാണ്. ബാൻഡ് വിഡ്ത്ത് രണ്ടും സെയിം ആണ് കേട്ടോ. ഈ ബാൻഡ് വിഡ്ത്തിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്കില്ല. ഡെറിവേഷൻ പഠിക്കണ്ട, പണ്ട് പഠിക്കാനുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബീറ്റ ഈക്വൽസ് d(λ/d). അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ഡി? നമ്മൾ ഒരു 2 വേവ്സ് ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ 2 വേവ്സ് കൊഹറൻ്റ് ആയിരിക്കണം. എന്താണ് കൊഹറൻ്റ് വേവ്സ് എന്ന് പറഞ്ഞാൽ? 2 വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, വേവ് ലെങ്ത് സെയിം ആയിരിക്കണം, ഇവർ തമ്മിലുള്ള ഫേസ് സെയിം ആയിരിക്കണം. അഥവാ ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ ഒരൊറ്റ വേവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരിക്കലും കൊഹറൻ്റ് ആവത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു വേവിനെ, ഒരു സോഴ്സ് എടുത്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കും. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കുക? ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിനകത്ത് 2 സ്ലിറ്റുകൾ ഉണ്ടാക്കും. 2 സ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടും തിന്നായിട്ടുള്ള സ്ലിറ്റ്, അതായത് ഒരു ബ്ലേഡിൻ്റെ അത്രയും തിക്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് S1, ഇത് S2. ഓക്കെ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ d എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ആണ് സ്മോൾ d. ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ ഈ സ്ലിറ്റും ഈ സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ D. ലാംഡ എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന സോഴ്സിൻ്റെ വേവ് ലെങ്ത്. മനസ്സിലായോ? അപ്പോൾ d(λ/d) ആണ് ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബാൻഡിൽ നിന്നും nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്, സെൻട്രൽ ബാൻഡിൽ നിന്നും nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് xn എന്ന് പറയുന്നത് dn(λ/d) ആണ്. സെൻട്രൽ ബാൻഡിൽ നിന്നും nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് dn(λ/d) ആണ്. ഇനി സെൻട്രൽ ബാൻഡിൽ നിന്നും nth ഡാർക്ക് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസോ അത് വരുന്നത് 2n-1 × d(λ/2d) ആണ്. ഇവിടെയും n is equal to 0, 1, 2, 3 etc. ആണ്. ഇവിടെ n is equal to 1, 2, 3 etc. അപ്പോൾ ഇത് nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇത് nth ഡാർക്ക് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്.
ഇക്വേഷൻസ് 3 പഠിച്ചോ. ഈ 3 ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് ഈ ബ്രൈറ്റ് ബാൻഡിലെ ഇക്വേഷനും ബീറ്റയുടെ ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിനി ചോദ്യം നോക്കാം. ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ 0.03 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന അവിടെ എന്താണ്? D = 0.303 സെൻറ്റിമീറ്റേഴ്സ് ആണ്. സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 1.5 മീറ്റേഴ്സ്. അപ്പോൾ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് 1.5 മീറ്റേഴ്സ് ആണ്. അപ്പോൾ 0.303 സെൻറ്റിമീറ്റേഴ്സിനെ നമ്മൾ മീറ്റേഴ്സിലേക്ക് ആക്കണം. 0.03 × 10⁻². ഓക്കെ, D കിട്ടി. പിന്നെന്താ വന്നിട്ടുണ്ട്? The distance between the central fringe and the fourth bright fringe is 1 centimeter. അപ്പോൾ x ആണ് തന്നിരിക്കുന്നത്. x4 അല്ലേ is given as 1 centimeter which is equal to 1 × 10⁻² meters. Determine the wavelength. ലാംഡ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ ഇക്വേഷൻ നോക്കും. നമ്മളിപ്പോൾ എഴുതിയില്ലേ, xn is equal to dn λ/d. ഇത് ലാംഡയാണ്. dn λ/d ആണ്. അപ്പോൾ ഇതിനകത്ത് ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം ലാംഡ is equal to എന്തോ കിട്ടും? ഈ d അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കേ. xn d ഡിവൈഡഡ് ബൈ d × n. xn എന്ന് പറഞ്ഞാൽ എന്ത് ബാൻഡാണ്? അപ്പോൾ x4 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 10⁻² ഇൻറ്റു സ്മോൾ d എന്ന് പറയുന്നത് 0.03 × 10⁻² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D is 1.5 ഇൻറ്റു എത്രാമത്തതാണ് ബാൻഡ്? 4th one. അപ്പം ഇൻറ്റു 4 ചെയ്യാം. സോ ആൻസർ ലാംഡയുടെ വാല്യൂ കിട്ടും 0.5 × 10⁻6 മീറ്റേഴ്സ്. അപ്പോൾ ഇതുപോലെ ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞേ. മൈക്രോ മില്ലിയൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ നാനോമീറ്റർ പറഞ്ഞിരുന്നോ? നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻9 മീറ്റേഴ്സ് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ. വേവ് ലെങ്ത് ഒക്കെ അധികം നാനോമീറ്റേഴ്സിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ ആങ്സ്ട്രോങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10⁻10 മീറ്റേഴ്സ് ആണ് ആങ്സ്ട്രോങ് യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത് ചിലപ്പോൾ നാനോമീറ്റേഴ്സിലും ആങ്സ്ട്രോങ്ങിലൊക്കെ ആയിരിക്കും തരുന്നുണ്ടാവുക. നെക്സ്റ്റ് നോക്കുക. The redistribution of energy due to superposition of 2 or more light waves is called interference. If the distance between P1 and P2 is 1 millimeter and the screen is placed 1 meter away, what is the fringe separation for a light of wavelength 5 × 10⁻7 meter? ഈ P1 P2 എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ആണ്. അപ്പോൾ സ്മോൾ d തന്നിരിക്കുന്ന 1 millimeter. എങ്ങനെ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക? നിങ്ങൾ പറയൂ. എങ്ങനെ കൺവേർട്ട് ചെയ്യുക? 1 × 10⁻3 മീറ്റേഴ്സ് അല്ലേ. സ്ക്രീൻ വെച്ചിരിക്കുന്നത് 1 മീറ്റർ ഡിസ്റ്റൻസിലാണെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ ഫ്രിഞ്ച് സെപ്പറേഷൻ എന്ന് വെച്ചാൽ ബീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 5 × 10⁻7. ബീറ്റ ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? d λ/d. പഠിച്ചോ? ക്യാപിറ്റൽ D ആണ് മുകളിൽ വരിക കേട്ടോ. d എന്ന് പറയുന്നത് 1 × λ is 5 × 10⁻7 ഡിവൈഡഡ് ബൈ സ്മോൾ d എന്ന് പറഞ്ഞാൽ 1 × 10⁻3. അപ്പോൾ 5 × 10⁻3 മേലെ പോകുമ്പോൾ 10⁻3 ആവും. 10⁻4 മീറ്റേഴ്സ്. 5 × 10⁻4 എന്ന് പറയുന്നത് തന്നെയാണ് 0.5 millimeters. അങ്ങനെ എഴുതണമെന്നില്ല. 5 × 10⁻4 മീറ്റേഴ്സ് എന്ന് എഴുതി അവിടെ വെച്ചാൽ മതി. നോ പ്രോബ്ലം. ഓക്കെ, അടുത്തത് ഇപ്പോൾ വേവ് ഓപ്റ്റിക്സ് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 2 ന്യൂമറിക്കൽസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. നേരത്തെ കാണിച്ച ഇക്വേഷൻ ഇല്ലേ, അത് ഇതാ ഈ ഇക്വേഷനും ഇത് എന്ത് ഡാർക്ക് ബാൻഡിലേക്കുള്ള ഇക്വേഷൻ, സെൻട്രൽ ബാൻഡിൽ നിന്ന് എന്ത് ഡാർക്ക് ബാൻഡിലേക്കുള്ള ഇക്വേഷനാണ് 2n - 1 × d λ/2d. ഓക്കെ, അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. കൺസ്ട്രക്റ്റീവ് ഇൻഡഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻഡഫറൻസും നടക്കുന്ന കണ്ടീഷൻ എന്താണ്? ഇഫ് ദ പാത്ത് ഡിഫറൻസ് ഈസ് ആൻ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് λ/2, അതായത് 2n λ/2. പാത്ത് ഡിഫറൻസ് ഈസ് ആൻ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് λ/2 ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻഡഫറൻസ് ആണ്. ഡിസ്ട്രക്റ്റീവ് ഇൻഡഫറൻസ് എന്ന് പറഞ്ഞാൽ 2n - 1 × λ/2. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് λ/2 ആയിരിക്കും ഡിസ്ട്രക്റ്റീവ് ഇൻഡഫറൻസ്. 2 വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ പാത്ത്. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് λ/2 ആയിരിക്കും. ഡിഫറൻസ് പാത്ത് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് λ/2 ആണെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻഡഫറൻസ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അടുത്തൊരു ചോദ്യം, നല്ലൊരു ചോദ്യമാണ്. 29th, അതായത് ഡ്യുവൽ നേച്ചർ എന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യുവൽ നേച്ചർ, ഇതൊക്കെ ഡ്യുവൽ നേച്ചർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെന്താണ് ചോദ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് 3 times as fast as electron. The ratio of de Broglie wavelength of the particle to that of electron is 1.813 × 10⁻4. Calculate the mass of the particle. ഇലക്ട്രോണിൻ്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത് നോക്കൂ. പാർട്ടിക്കിളിൻ്റെ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 times the speed of electrons ആണ്. അപ്പോൾ v = 3ve അല്ലേ. റേഷ്യോ ഓഫ് de Broglie wavelength of the particle to
വേവ് ലെങ്ത് ഓഫ് ദ ഇലക്ട്രോൺ ഇസ് ഗിവൺ ആസ് 1.813 ഇൻറ്റു 10⁻⁻⁴ എന്ന് തന്നിട്ടുണ്ട്. മാസ് ഓഫ് ദ പാർട്ടിക്കിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡി ബ്രോളി ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണം. എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു h/mv ആ. അപ്പോൾ ഇതിനകത്തുനിന്ന് m ഇസ് ഈക്വൽ ടു നമുക്ക് h/λv എന്ന് കൊടുത്തൂടെ അല്ലേ? അപ്പോൾ മാസ് ഓഫ് ദ പാർട്ടിക്കിളിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ മാസ് ഓഫ് ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമുക്ക് h/λe ഇൻറ്റു v എന്ന് കൊടുക്കാമല്ലോ അല്ലേ? അപ്പോൾ ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2ഉം. സംശയമൊന്നുമില്ലല്ലോ. ഡി ബ്രോളി വേവ് ലെങ്ത് h/mv, അത് m ഈക്വൽസ് h/λ ഇൻറ്റു v, ഇക്വേഷൻ 1. m ഈക്വൽസ് h/λe ഇൻറ്റു ve. രണ്ട് ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2 ചെയ്തോ. m/me ഇസ് ഈക്വൽ ടു h/ അപ്പുറത്തേക്ക് ചെയ്യണോ? അപ്പുറത്തെ പേജിൽ ചെയ്യാം അല്ലേ, കൺഫ്യൂഷൻ ആവണ്ട. അതായത് ലാംഡ ഇസ് ഈക്വൽ ടു h/mv ആണ്. അപ്പോൾ അതിനകത്ത് നിന്ന് m ഇസ് ഈക്വൽ ടു h/λv. അപ്പോൾ നമുക്ക് me ഇസ് ഈക്വൽ ടു h/λe, വേവ് ലെങ്ത് ഓഫ് ദ ഇലക്ട്രോൺ ടു സ്പീഡ് ഓഫ് ദ ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കുക. m/me ചെയ്യുക ഈക്വൽസ് h/λv ഡിവൈഡ് ബൈ h/λ ഇൻറ്റു ve. അത് നമുക്ക് മേലേക്ക് എടുക്കുമ്പോൾ ഇൻറ്റു ആക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? λe ഇൻറ്റു ve ഡിവൈഡഡ് ബൈ h കട്ടാക്കി അല്ലേ? അപ്പോൾ നമുക്ക് λe ബൈ λ ഇൻറ്റു ve ബൈ v എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ സംഭവങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. λ/λe ആണ് 1.813 ഇൻറ്റു 10⁻⁻⁴. അപ്പം നമുക്കിത് തിരിച്ച് എഴുതുമ്പോൾ λe ബൈ ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഓക്കെ, ഇവിടെ നമുക്ക് λ/λe ഇസ് ഈക്വൽ ടു 1.813 ഇൻറ്റു 10⁻⁴ ആണ്. അപ്പോൾ നമുക്കിവിടെ λe ബൈ λ എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതിയാൽ പോരെ, 1/1.813 ഇൻറ്റു 10⁻⁴ ഇൻറ്റു ve ബൈ v ഈക്വൽസ് 3ve അല്ലേ? v ഈക്വൽസ് 3ve. അപ്പോൾ v ബൈ ve ഈസ് ഈക്വൽ ടു 3. v ബൈ ve ഈസ് ഈക്വൽ ടു 3. v ബൈ ve ആണ് 3. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ m/me ഈസ് ഈക്വൽ ടു ഇത്ര കിട്ടി. അപ്പോൾ therefore m ഇസ് ഈക്വൽ ടു എന്താണ്? me ഡിവൈഡഡ് ബൈ 1.813 ഇൻറ്റു 10⁻⁴ ഇൻറ്റു 1/3 അല്ലേ? മാസ് ഓഫ് ഇലക്ട്രോണിൻ്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 9.1 ഇൻറ്റു 10⁻31. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതാ 9.11 ഇൻറ്റു 10⁻31 ഇൻറ്റു 1 അതായത് ഡിവൈഡ് ബൈ 1.813 ഇൻറ്റു 10⁻14 ആണോ? ഓക്കെ, ഞാൻ 4 എന്നാണ് വിചാരിച്ചത്. ഇൻറ്റു 1/3 ചെയ്താൽ മതി. -4 ആണ് കേട്ടോ, ഇവിടെ കാൽക്കുലേഷൻ ഇത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. 10⁻⁴ ആണ്. അതായത് ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 9 ഇൻറ്റു 10⁻31 9 ഇൻറ്റു 10⁻31 ഡിവൈഡഡ് ബൈ 1.813 ഇൻറ്റു 10⁻⁴ ഇൻറ്റു 3. അതാണ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ കിട്ടുക. ഇത് സോൾവ് ചെയ്താൽ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ കിട്ടും. കണ്ടോ? അപ്പോൾ സംഭവം ഡി ബ്രോളി വേവ് ലെങ്ത് ഡയറക്റ്റ് ആയിട്ടല്ലാതെയും ഇങ്ങനെയും ചോദ്യം വരാം. അപ്പോൾ നിങ്ങൾ ചെയ്തോളൂല്ലേ? ഇനി ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ടെൻഷൻ അടിച്ചിരിക്കത്തില്ലല്ലോ, ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്, ഇതാണ് കേട്ടോ. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കോണേ. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ കിട്ടുന്നത് 1.67 ഇൻറ്റു 10⁻27 കിലോഗ്രാം ആയിരിക്കും. അത് ഏതാണ് മാസ്? പ്രോട്ടോൺ ആണ് കേട്ടോ. പ്രോട്ടോണിൻ്റെ മാസാണ് 1.67 ഇൻറ്റു 10⁻27 കിലോഗ്രാം എന്ന് വരുന്നത്. നെക്സ്റ്റ്, the work function of cesium metal is 2.14 electron volt. When light of frequency 6 into 10⁻14 Hz is incident on the metal surface, photo emission of electrons occurs. Define work function. എന്താണ് വർക്ക് ഫംഗ്ഷൻ? ഡ്യുവൽ നേച്ചറിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഡെഫിനിഷനാണ് വർക്ക് ഫംഗ്ഷൻ. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞാൽ? ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യിക്കുന്ന ഫിനോമിനയാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈറ്റ്. ഇന്നലെ മിസ് ഡ്യുവൽ നേച്ചറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോൾവാഷ് ആൻഡ് ലെനർഡ് എക്സ്പെരിമെൻറ്റ് എന്തിനാ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നൊരു കമൻറ്റ് വന്നിരുന്നു. അതൊന്നുമല്ല, നമ്മൾ ആ ഹോൾവാഷ് ആൻഡ് ലെനർഡ് എക്സ്പെരിമെൻറ്റിൻ്റെ എക്സ്പ്ലനേഷനിൽ നിന്നാണ് നമ്മൾ ഗ്രാഫുകൾ പഠിക്കുന്നത്. മുമ്പ് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്, ഇതുണ്ടോ?
ഗ്രാഫുകൾ ചോദിച്ചത് കണ്ടോ? ഈ ഗ്രാഫൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ ഹോൾവാഷ് ആൻഡ് ലെനാർഡ് എക്സ്പെരിമെൻറ്റ് പഠിക്കണം. അതിൽ നിന്നാണ് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ ലോയിലേക്ക് വരുന്നത്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് റിലേറ്റഡ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസി എങ്ങനെയാണ് റിലേറ്റഡ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആ ഹോൾവാഷ് ആൻഡ് ലെനാർഡ് എക്സ്പെരിമെൻറ്റ് പഠിച്ചാലേ നമുക്ക് ശരിക്കും പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അതിനകത്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം ഇവിടെ എന്താണ്? വർക്ക് ഫംഗ്ഷൻ എന്താണ്? അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈറ്റ് നമ്മൾ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യിക്കുക. ചുമ്മാ ഏതെങ്കിലും ലൈറ്റ് വന്ന് മെറ്റൽ സർഫസിൽ വീണ് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഒന്നും പുറത്തേക്ക് ചാടത്തില്ല. കുറച്ച് എന്താ പറയുക, ജാടയുള്ള ആൾക്കാരാണ് ഇലക്ട്രോൺസ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനാവശ്യമായിട്ട് അതിന് മെറ്റൽ സർഫസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യമായിട്ടുള്ള എനർജി കിട്ടിയാൽ മാത്രമേ ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുള്ളൂ. ആ എനർജിയെ പറയുന്ന പേരാണ് work function. It is the minimum energy required by the electron to escape out of the metal surface. കേട്ടോ, അതാണ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷനെ നമ്മൾ 5 എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. 50യുടെ വാല്യൂ ആണ്. സീഷ്യം മെറ്റലിന് ഇത്രയും വർക്ക് ഫംഗ്ഷൻ കിട്ടിയാൽ മാത്രമേ സീഷ്യം മെറ്റലിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുള്ളൂ. ഇലക്ട്രോൺ വോൾട്ടിലാണ് എപ്പോഴും എനർജി തരിക. വർക്ക് ഫംഗ്ഷൻ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 ജൂൾസ് ആണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം പ്രോബ്ലം ഒക്കെ ചെയ്യാൻ. കണ്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺ. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പഠിക്കണം. എന്താണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ? എനർജി ഗിവൺ ബൈ ദ റേഡിയേഷൻ ഇസ് യൂസ്ഡ് ഇൻ 2 ways. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലൈറ്റ് കൊടുക്കുന്ന എനർജി ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് വർക്ക് ഫംഗ്ഷൻ ഓവർകം ചെയ്യാൻ, വർക്ക് ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ഈ എനർജി വെച്ച് തന്നെ ഇത് മെറ്റൽ സർഫസിൻ്റെ പുറത്തേക്ക് ഇറങ്ങും. അതേ വർക്ക് ഫംഗ്ഷൻ വെച്ച് തന്നെ ഇത് കുറച്ച് ദൂരം സഞ്ചരിക്കുകയും കൂടെ ചെയ്യും. കൈനറ്റിക് എനർജിയും കൂടെ കിട്ടും. അപ്പോൾ പ്ലസ് കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി അല്ല കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ E - 50. E എന്ന് പറഞ്ഞാൽ hν ആണ് -hν0. പക്ഷേ വർക്ക് ഫംഗ്ഷൻ നമ്മൾ hν0 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വർക്ക് ഫംഗ്ഷൻ അവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ hν - 50 എന്ന് ചെയ്താൽ മതി. hν - 50. h എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. 6.6 × 10⁻34 ഇൻറ്റു ഫ്രീക്വൻസി തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 6 × 10⁻14 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു 6 × 10⁻14 മൈനസ് ഇത് എത്രയായിരുന്നു? 2.14 ആണ്. പക്ഷേ അത് 2.14 ഇലക്ട്രോൺ വോൾട്ടിലാണ് തന്നിരിക്കുന്നത്. അതിനെ എന്തിലേക്ക് മാറ്റണം? അതിനെ നമ്മൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2.14 × 1.6 × 10⁻19 ജൂളിലേക്ക് എഴുതുക. എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് കൈനറ്റിക് എനർജിയുടെ വാല്യൂ കിട്ടും. കണ്ടോ, ഇവിടെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ കിട്ടും ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, യെസ്. ഇനി സി പാർട്ട് നോക്കുക. കാൽക്കുലേറ്റ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. വളരെ നല്ല ചോദ്യം കേട്ടോ. ഇതൊക്കെ നാളത്തെ പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ തകർക്കണം, ഉറപ്പല്ലേ? യെസ്. അപ്പോൾ എന്താ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇത് കഴിഞ്ഞിട്ട് മിസ് എല്ലാ ഇക്വേഷൻസ് ഒരുമിച്ച് എഴുതി തരാം. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. എന്താണ് കൈനറ്റിക് എനർജി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു EVS. VS എന്ന് പറയുന്നതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? ഇലക്ട്രോണിനെ, മാക്സിമം എനർജിയുള്ള ഇലക്ട്രോണിനെ നമ്മൾ നിർത്താനായിട്ട് കൊടുക്കുന്ന ദ മിനിമം പൊട്ടൻഷ്യൽ, നെഗറ്റീവ് പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോൺസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക മുന്നോട്ട് അല്ലേ? അതിനെ നമ്മൾ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എത്ര നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കണം, അതിനെയാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ മാക്സിമം കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോണിന് വേണം കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് Ke max is equal to EVS. അപ്പോൾ നമ്മൾ VS അല്ലേ കണ്ടുപിടിക്കേണ്ട സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. VS എന്നോ V0 എന്നോ എഴുതാം. Ke max / E. E എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്കിവിടെ Ke max എന്താ കിട്ടിയത്? ഇതാ 0.55 × 10⁻19 ആണ് കിട്ടിയത്. സോ 0.55 × 10⁻19 ഡിവൈഡഡ് ബൈ 1.6 × 10⁻19. ഇത് രണ്ടും കട്ടായി 0.55 ഡിവൈഡഡ് ബൈ ഇത് ചെയ്താൽ മതി, 1.6 ചെയ്താൽ മതി. ഓക്കെ, 0.55 ആണ്. അത് ചെറിയൊരു പ്രിൻറ്റ് മിസ്റ്റേക്ക് വന്നതാണ്. 548 എന്നുള്ളത് തിന്നു എഴുതിയത് കേട്ടോ. നമുക്ക് V0 കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഇക്വേഷൻസ് നമ്മൾ ഡ്യുവൽ നേച്ചറിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പഠിക്കേണ്ടത്. ഒന്ന്, ലാംഡ ഇസ് ഈക്വൽ ടു h/p അല്ലേ? P എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം, h/ മാസ് ഇൻറ്റു വെലോസിറ്റി. മറ്റൊരു ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി ലാംഡയുടെ ഇക്വേഷൻ എഴുതേണ്ടത് h/p ക്ക് പകരം √2m ഇൻറ്റു കൈനറ്റിക് എനർജി.
അതുപോലെ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജിക്ക് പകരം നമുക്ക് ഈ V0 അല്ലെങ്കിൽ EVS എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതിനകത്ത് 2m E ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് എച്ച് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 12.4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് VS എന്ന് കിട്ടും. ദാറ്റ് ഈസ് അനദർ ഇക്വേഷൻ. പിന്നെ നമ്മളിപ്പോൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്തുവാണത്? E is equal to phi0 plus K max. ഓക്കെ, ഇക്ക് പകരം എച്ച് ന്യൂ ഈക്വൽസ് phi0ക്ക് പകരം എച്ച് ന്യൂ 0 എന്ന് കൊടുക്കുക പ്ലസ് കെ മാക്സിന് പകരം ഹാഫ് എം വി സ്ക്വയർ എന്ന് കൊടുക്കുക. ഈ ന്യൂ 0 എന്ന് പറയുന്നതിന് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും. എന്താ ത്രഷോൾഡ് ഫ്രീക്വൻസി? ഇറ്റ് ഈസ് ദ മിനിമം ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ ടു നോക്ക് ഔട്ട് ദ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. അതായത് കൊടുക്കുന്ന റേഡിയേഷൻ്റെ മിനിമം ഫ്രീക്വൻസി എന്തിനു വേണ്ടിയിട്ടാണ്? മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ എച്ച് ന്യൂ ഇസ് ഈക്വൽ എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. അതാണ് ഇത്രയും ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവുക. എഴുതിയെടുത്തല്ലോ അല്ലേ? യെസ്. പിന്നെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. എന്താണ്? നമ്മളിപ്പോൾ എഴുതിയതാണ്, എന്നാലും ഒന്നും കൂടെ എഴുതിത്തരാം. എന്തുവാണ്? കെ മാക്സ് ഇസ് ഈക്വൽ ടു EVS. ഓക്കെ, കഴിഞ്ഞില്ലേ? നെക്സ്റ്റ്, ദ വേരിയേഷൻ ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ഫ്രീക്വൻസി ഓഫ് സോഡിയം ഇസ് ഗിവൺ ബിലോ. കാൽക്കുലേറ്റ് ഇറ്റ്സ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നോക്കൂ, ആദ്യമേ നമ്മൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു അല്ലേ, അതായത് മിനിമം ഫ്രീക്വൻസി വെച്ചിട്ട്. അപ്പം ഇങ്ങനെ ഫ്രീക്വൻസി കൊടുത്താലും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തിക്കഴിയുമ്പോൾ മാത്രമേ ഇലക്ട്രോൺസ് എമിറ്റഡ് ആവുള്ളൂ. ആ ഫ്രീക്വൻസിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇവിടെ ത്രഷോൾഡ് ഫ്രീക്വൻസി എത്രയാണ്? 4 ഹെർട്സ് ആണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ത്രഷോൾഡ് ഫ്രീക്വൻസി പിന്നെ കൂടുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. എന്ന് വെച്ചാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് directly proportional to frequency ആണ്. But stopping potential does not depend on intensity of the radiation. റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിനെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യില്ല, ഫ്രീക്വൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഗാമ കിട്ടിയല്ലോ, 4 ഹെർട്സ് എന്ന് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് വർക്ക് ഫംഗ്ഷൻ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വർക്ക് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 ആണ്. എച്ച് എന്ന് പറയുന്നത് 6.6 × 10⁻³ ഇവിടെ തന്നിട്ടുണ്ട് × 4. അപ്പോൾ എന്തോ കിട്ടി? വർക്ക് ഫംഗ്ഷൻ കിട്ടിയോ? 50 കിട്ടിയോ അല്ലേ? ഇനി ബി പാർട്ട് നോക്കുക. ദ വർക്ക് ഫംഗ്ഷൻ ഫോർ 2 മെറ്റൽസ് ആർ ഇൻ ദ റേഷ്യോ 1:2. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ത്രഷോൾഡ് വേവ് ലെങ്ത് ഓഫ് ദോസ് മെറ്റൽസ്. ത്രഷോൾഡ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് phi is equal to h nu ആണ്. ദാറ്റ് ഈസ് ന്യൂവിന് പകരം നമുക്ക് c/λ എന്ന് കൊടുക്കാം. ഫ്രീക്വൻസി is equal to velocity by wavelength ആണ്. ന്യൂ ഈക്വൽ c/λ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെത് phi1 is equal to hc/λ1. രണ്ടാമത്തത് phi2 is equal to hc/λ2 അല്ലേ? phi1/phi2 ആണ് ചെയ്യേണ്ടത് അല്ലേ? phi1/phi2. അപ്പോൾ phi1/phi2 is equal to എന്താണ് വരിക? λ2/λ1. അപ്പോൾ phi1/phi2 എത്രയാണ്? 1:2 ആണ്. അപ്പോൾ 1/2 is equal to λ2/λ1. Therefore λ1 is to λ2 is equal to 2:1. λ1/λ2 equals 2:1. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണെന്നറിയോ? ഇതൊക്കെ സിമ്പിൾ പ്രോബ്ലം ആണ്. നമുക്കിപ്പോൾ ചെയ്യുമ്പോൾ വിചാരിക്കും ഇത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളതൊക്കെ ചോദിക്കും. കാരണം ഈ ഇക്വേഷൻസ് അറിയണേ. വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എച്ച് ന്യൂ ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ c/λ ആണ്. ഇതൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ എഴുതിയ ക്വസ്റ്റ്യൻ്റെ കൂടെ ഒരു ഇക്വേഷനും കൂടെ കിട്ടി. phi is equal to h ന്യൂ ആണ്. ന്യൂവിന് പകരം hc/λ കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു 4 ചോദ്യങ്ങളുണ്ട്. അത് ആറ്റംസ് നിന്ന് ന്യൂക്ലിയയിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സെമി കണ്ടക്ടേഴ്സിൽ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല, തിയറി മാത്രമേ ഉള്ളൂ. ആറ്റംസ് നിന്ന് ന്യൂക്ലിയയിൽ ബൈൻഡിങ് എനർജി എന്നാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ മിസ് വിചാരിച്ചു ആറ്റംസും ന്യൂക്ലിയർ സെമി കണ്ടക്ടേഴ്സ് ഈ 3 ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരിക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 3 ചാപ്റ്ററിൻ്റെ തിയറി PYQവും അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രോബ്ലംസും കൂടെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ? കാരണം ഇപ്പം തന്നെ ഒത്തിരി ലെങ്ത് ആയി വീഡിയോയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ന്യൂമറിക്കൽസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാന്നുള്ളത് മിസ്സിന് അറിയാം. അതുകൊണ്ട് ഇത് വേഗം അപ്ലോഡ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തത് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്ക്, നമ്മൾ ന്യൂമറിക്കൽസ് മാത്രമല്ല ചെയ്തത്. നമ്മൾ അതിനകത്ത് നിന്ന് കുറേ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പഠിച്ചു, ന്യൂമറിക്കൽസിൽ ഇല്ലാതിരുന്ന കുറേ ഇക്വേഷൻസ് പഠിച്ചു. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യോ? ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് ചോദിക്കുക. ഇനിയിപ്പോൾ രാത്രി ആകുമ്പോഴെന്താണെന്നറിയോ, ഒരുപാട് ഇപ്പം ഓൺലൈൻ ചാനൽസിൻ്റെയൊക്കെ ലൈവ് ക്ലാസ്സസും ഒക്കെ പോകുന്നതുകൊണ്ട് ഫുൾ അപ്ലോഡിംഗ് ഒക്കെ കുറച്ച് പ്രശ്നമാവും. നമുക്ക് നോക്കാം. എന്തായാലും മാക്സിമം മിസ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. പെട്ടെന്ന് ചെയ്ത് നോക്കിക്കോ.